വനവാസത്തിലേക്ക് പോകുന്നൊക്കെ അദ്ദേഹം പറയുന്നത്. 100 സീറ്റ് 100+ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇല്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ. എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, രാഷ്ട്രീയ പ്രവർത്തനമാണ്, അദ്ദേഹം വനവാസത്തിനൊന്നും പോകാൻ പാടില്ല. ജനങ്ങളതൊക്കെ ക്ഷണിച്ചോളും. ആ പറഞ്ഞതെല്ലാം വെച്ച് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ കാര്യങ്ങൾ അതേപോലെ നടക്കണമെന്നും ആരും പറയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം വനവാസത്തിനൊന്നും പോകേണ്ടിയില്ല. കേരളത്തിൽ തന്നെ UDF-ന്റെ നേതാവായിട്ട് പ്രവർത്തിക്കട്ടെ. ഞാനതൊന്നും വേണ്ട, പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അതൊക്കെ അതിൻ്റെയൊക്കെ തർക്കം പറയുന്നുണ്ട് പറയാൻ. അതിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല. എനിക്കെൻ്റെ ആവശ്യമില്ല. വസ്തുനിഷ്ഠമായിട്ട് ആരാണ് കേരളം ഭരിക്കുക എന്നുള്ളത് 9-ാം തീയതി തീരുമാനിച്ചു കഴിഞ്ഞു. ആ തീരുമാനത്തിൻ്റെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തോട് നമ്മളെ മനസ്സിനെ പൊരുത്തപ്പെടുത്തുന്ന പണി മാത്രമേ 4-ാം തീയതി ഉള്ളൂ. അതിനിടയിൽ അവലോകനം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ വളരെ വ്യക്തമായ ചിത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതെ, അല്ല, സംശയത്തോടെ കണ്ടത് ഇപ്പം നീക്കാനായിട്ടില്ല. കാരണം നിരവധി വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. 47,647 വോട്ട് തിരുവനന്തപുരത്ത് മാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ടു പോയതെല്ലാം പോയതന്നെയല്ലേ. അത് എല്ലാം നിർജീവമായിരിക്കില്ല, നിർജീവ വോട്ടും ഉണ്ടാവും. പക്ഷെ നിർജീവമല്ലാതെ വോട്ട് ഉണ്ടായിട്ടും പോളിംഗ് യഥാർത്ഥത്തിൽ ശതമാനമല്ല, പോളിംഗിൻ്റെ എണ്ണം, നമ്പർ ഓഫ് വോട്ട്സ് വർദ്ധിച്ചില്ല. അതാണ് ചിത്രം. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഇങ്ങനെ വിശദീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങളും അതുപോലെ തന്നെ ബൂർഷ്വാ പാർട്ടികളൊക്കെ. ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഒരേപോലെ കേരളത്തിലുടനീളം ഉണ്ടായി എന്നൊന്നും പറയാൻ സാധിക്കുന്നതല്ല. ഒരു കാര്യമുണ്ട്, ഈ SIR പ്രശ്നം വന്നപ്പോൾ എന്തായാലും വോട്ട് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു വാശി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലുണ്ടായി. അതൊക്കെ UDF-ന് അനുകൂലമായിട്ടാണ് എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല. കഴിയില്ല. എങ്ങനെ അവകാശപ്പെടാനോ? അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. എല്ലാ സ്ഥലത്തും ഒരേപോലെ അല്ല അതുണ്ടായിരുന്നു. അതെല്ലാം കൂടി ചേർത്തിട്ടില്ലേ ഞാൻ ഈ പറഞ്ഞ വിജയം നേടുന്നത്. വലിയ വിജയം നേടുന്നു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം 90 സീറ്റിൽ കൂടുതൽ സീറ്റോടുകൂടി അടുത്തോട്ട് 3-ാം ടേം അധികാരത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ MLA-മാർ ഉൾപ്പെടെയുള്ളവരെല്ലാം ജയിച്ച് കയറുന്നു തന്നെയല്ലേ. അതിലെന്താ സംശയമുള്ളത്? അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഭരണവിരുദ്ധ വികാരം ഇല്ലാന്ന് മാത്രമല്ല, ഗവൺമെൻറ് തുടരണമെന്നാണ് ജനങ്ങളുടെ മനസ്സിലുള്ളത്. അത് കൃത്യമായിട്ട് ഫീൽഡിൽ പോയിട്ടവർക്ക് മനസ്സിലാവും, ജനങ്ങളുമായിട്ട് സംവേദിച്ചവർക്ക് മനസ്സിലാവും. ഞങ്ങൾ കഴിഞ്ഞ മാർച്ച് 1-ാം തീയതി മുതൽ തന്നെ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ വീടുകളിലും ഞങ്ങളുടെ പ്രവർത്തകർ കയറിയിട്ടുണ്ട്. 1 പ്രാവശ്യം 2 പ്രാവശ്യമൊന്നുമല്ല, നിരവധി പ്രാവശ്യം കയറിയിട്ടുണ്ട്. അവരോട് സംസാരിച്ചിട്ടുണ്ട്, അവരോട് സംവേദിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളുണ്ട്, ധാരണകളുണ്ട്. അവരൊന്നും ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ല എന്ന് മാത്രമല്ല, ഈ ഗവൺമെൻറ് തുടരേണ്ടതാണ് എന്നുള്ളതിനാണ്. പ്രത്യേകിച്ച് അടിസ്ഥാന വർഗം, അധ്വാനിക്കുന്ന സാധാരണ ജനവിഭാഗം, അവരെല്ലാം ഈ ഗവൺമെൻറ്റിന് പൂർണ്ണമായ പിന്തുണ നൽകുന്ന നിലയാണ് സ്വീകരിച്ചത്. അത് തന്നെയാണ് വോട്ടിങ്ങിലും ശരിയായ രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ടാകും. അല്ല, മത്സരം വരാതിരിക്കില്ലല്ലോ, മത്സരം സ്വാഭാവികമല്ലേ. ഇല്ല, കടുക്കുന്ന രീതിയിലൊന്നും പോയിട്ടല്ലേ ഇത് പറയുന്നത്. ആ മത്സരത്തിന്റെ എല്ലാം കടുപ്പം മനസ്സിലാക്കിയിട്ടാണല്ലോ ഇപ്പം പറയുന്നത്. മത്സരം ഇല്ലാഞ്ഞല്ല, നല്ല മത്സരം നടന്നിട്ടുണ്ട്. മത്സരം നടന്നതിന്റെ തുടർച്ചയിലാണ് ഞങ്ങൾ ഇത്രയും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നു. ഒരു മണ്ഡലവും ജയിക്കില്ല, ഒരു മണ്ഡലത്തിലും അവർ ജയിക്കില്ല. എന്താ ഈ കടുത്ത മത്സരം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ മലയാളത്തിലല്ലേ എന്നോട് സംസാരിക്കും. പിന്നെ വെറുതെ ആവശ്യമില്ലാണ്ട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങൾ. ജയിക്കൂലെന്നല്ലേ പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെന്താ കടുപ്പം? ഒരു മത്സരമില്ല. ആട്ടെ, ഭൂരിപക്ഷം ജയിക്കും, ഉറപ്പായിട്ടും ജയിക്കും. അതെ, നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വ്യാഖ്യാനിക്കുക, വെറുതെ ആവശ്യമില്ലാണ്ട് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു പഠിച്ച കുറേ ആളുണ്ട്. എന്ത് കിട്ടാൻ? ഇത് നിങ്ങളെ ചെയ്തല്ലേ? അതെ, ഞാൻ ഉത്തരം പറയണ്ടേ?
അതൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ. അത്ര നിങ്ങൾ എഴുതിയ മാനസികമായി കണക്ക് കൂട്ടണമെന്ന് എനിക്ക് മറുപടി പറയാനില്ല. ഞാൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിരിക്കുന്നു. പറഞ്ഞത് എത്രയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ വിമതമായിട്ട് നിന്ന് മത്സരിച്ച എല്ലാ നിയോജകമണ്ഡലത്തിലും വിമതന്മാർ തോക്കും. വിമതന്മാരില്ല, അവിടെ UDF ആണുള്ളത്. UDF തോക്കും. അത് പറഞ്ഞാലേ അസംബന്ധം പറയുന്നതാണ്. അതിന് പിന്നെ വേറെ വർത്താനൊന്നുമില്ല. ഞാൻ വാർത്താ സമ്മേളനത്തിലും പൊതുസമ്മേളനത്തിലും യോഗത്തിലും എല്ലാം പങ്കെടുത്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.